കാളിദാസൻ. അഗ്നി വിഴുങ്ങാനടുത്തപ്പോൾ ഓടുകയേ രക്ഷയുള്ളുവെന്ന് ശംഭുവിന് മനസ്സിലായി. സർവശക്തിയുമെടുത്ത് ഓടി. അഗ്നി മരങ്ങളിൽ നിന്നും മരങ്ങളിലേക്ക് ആളിപ്പടരുന്നു. ഉണങ്ങിനിന്ന വള്ളിക്കുടിലുകൾ കത്തിയമരുന്നു. കാട്ടുമൃഗങ്ങൾ രോദനം മുഴക്കിക്കൊണ്ടു പായുന്നു. പക്ഷികൾ മരക്കൊമ്പുകളും പൊന്തക്കാടുകളും വിട്ട് കോലാഹലമുയർത്തിക്കൊണ്ട് പറന്നുയരുന്നു. ആദ്യമൊക്കെ നോക്കി നിൽക്കാൻ എല്ലാവർക്കും സന്തോഷമായിരുന്നു. ഫലങ്ങൾ പറിച്ച് കൂട്ടുകാർക്കൊപ്പം ചെറുമരങ്ങൾ കയറിയിറങ്ങി നടക്കുന്നതിനിടയിലാണ് അവിടവിടെ തീ പടരുന്നത് കാണാൻ തുടങ്ങിയത്. ചില വന്യമൃഗങ്ങൾ പായുന്നത് കണ്ടപ്പോൾ ഭയം തോന്നാൻ തുടങ്ങി. പെട്ടെന്ന് ചൂട് വർദ്ധിച്ചതും ചുറ്റുപാടും ഭയങ്കരമായ കാട്ടുതീ ശ്രദ്ധയിൽപ്പെട്ടതും. ഓടിക്കോ എന്നു പറഞ്ഞുകൊണ്ട് എല്ലാവരും ഓടി. എപ്പോഴാണ് കൂട്ടം തെറ്റിയതെന്നറിയില്ല. നിന്ന് കൂട്ടുകാരെ അന്വേഷിക്കാനാകാത്ത വിധം തീ ആളിപ്പടരുന്നത് കണ്ട് ലക്ഷ്യമില്ലാതെ ഓടുകയേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. ഓടി ക്ഷീണിച്ചപ്പോൾ നിന്നു. തിരിഞ്ഞു നോക്കി. മാനുകളും മയിലുകളും തിരിഞ്ഞു നിൽക്കാതെ പാഞ്ഞു പോവുകയാണ്. ആഞ്ഞു വീശുന്ന കാറ്റ് നിമിഷങ്ങൾ കൊണ്ടാണ് മരക്കൂട്ടങ്ങളെ ഒന്നാകെ വിഴുങ്ങിയത്. അടിക്കാടുകളിൽ നിന്നും തീ ഉയർന്നു നിൽക്കുന്ന മരങ്ങളിലേക്കും പടർന്നു കയറുകയാണ്. നിൽക്കാനും തിരിഞ്ഞു നോക്കാനും സമയമില്ല. ഓടുക മാത്രമേ രക്ഷയുള്ളൂ. കാട്ടുമൃഗങ്ങളെ ഭയക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ കാട്ടുതീയെ അധികം ഭയക്കേണ്ടിയിരിക്കുന്നു. അല്പം മുമ്പേ മാനുകളും 2-3 കടുവകളും മത്സരയോട്ടമെന്ന പോലെ ഒന്നിച്ച് ഓടുന്നത് കണ്ടു. ആഹാരത്തേക്കാൾ സ്വന്തം ജീവരക്ഷയാണ് നല്ലതെന്ന് അവയ്ക്കുമറിയാം. മരങ്ങൾ അധികമില്ലാത്ത ദിശയിലേക്ക് തിരിഞ്ഞോടി. മൃഗങ്ങളൊക്കെ ആ ദിശയിലേക്ക് തന്നെയാണ് ഓടുന്നത്. എവിടെയാണ് രക്ഷ ലഭിക്കുന്നതെന്ന് തന്നേക്കാൾ കൂടുതൽ അവയ്ക്ക് അറിയാമായിരിക്കും. പാറക്കൂട്ടങ്ങൾക്കടുത്തെത്തിയപ്പോൾ നിന്നു. വീണ്ടും തിരിഞ്ഞു നോക്കി. മൃഗങ്ങൾ നിൽക്കുന്നില്ല. പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ശംഭു പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ മുകളിലേക്കു കയറി. ഏറ്റവും ഉയർന്ന പാറയുടെ മുകളിലെത്തി നിന്നു. പാറക്കൂട്ടങ്ങൾക്കിടയിൽ വളർന്നു നിൽക്കുന്ന ചില മരങ്ങൾ ഇല കൊഴിഞ്ഞു നിൽക്കുകയാണ്. വലിയ ഒരു പാറയുടെ മുകളിൽ വളരെ സ്ഥലമുണ്ട്. അതുകൊണ്ട് പാറയുടെ മുകളിലേക്ക് തീ പടരുമെന്ന ആശങ്ക വേണ്ട. പാറകളുടെ മുകളിൽ നിന്നുകൊണ്ട് ശംഭു താഴേക്ക് നോക്കി. അങ്ങകലെ കാട്ടുതീ ഇപ്പോഴും ആളിക്കത്തുകയാണ്. കാറ്റിന് പൊള്ളുന്ന ചൂട്. തൊണ്ട വരളുന്നു. ആകാശത്തിലേക്ക് ഇത്രത്തോളം ഉയർന്നു പൊങ്ങുന്ന അഗ്നി മനസ്സിൽ ഭയമാണ് അങ്കുരിപ്പിക്കുന്നത്. വീട്ടിൽ നിന്നും എത്രയോ ദൂരെ എത്തിയിരിക്കണം. വീട്ടിൽ അച്ഛനും അമ്മയും എന്നെ അന്വേഷിക്കുന്നുണ്ടാകും. ശംഭുവിന് ഭയം തോന്നി. ഇനി എങ്ങനെ വീട്ടിലെത്തും? ഓടിപ്പോന്ന ദിശയിലേക്ക് തിരികെ പോയാൽ എത്തുമായിരിക്കും. പക്ഷേ പഴങ്ങൾ പറിക്കാൻ കാടിൻ്റെ ഏതു ഭാഗത്താണ് എത്തിയതെന്ന് പോലും ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ ഏതു ദിശയിലേക്കാണ് വീട് എന്ന് തന്നെ വ്യക്തമല്ല. അഗ്നിജ്വാലയുടെ സംഹാരം തുടരുകയാണ്. ചുറ്റുപാടും നോക്കി. ഒരു വശത്തെ തീ കാണുന്നുള്ളൂ. മറുവശത്ത് വനമാണ് കാണുന്നത്. ഒരുപക്ഷെ ഈ പാറക്കൂട്ടങ്ങൾ അവിടേക്ക് തീ വ്യാപിക്കാതെ തടയുമായിരിക്കും. ദൂരെ ചിലയിടങ്ങളിൽ നിന്നും ആകാശത്തേക്ക് പുക ഉയരുന്നുണ്ട്. ആകാശം മേഘാവൃതമായതുപോലെ പുകപടലങ്ങൾ നിറഞ്ഞിരിക്കുന്നു. കരിയിലകൾ പറന്നുയരുന്നു. കുറേ നേരം നിന്ന ശേഷം ശംഭു വീണ്ടും ഇരുന്നു. വീടിൻ്റെ ദിശയിലേക്ക് പോകാൻ കഴിയുമോ എന്ന് ശ്രദ്ധിച്ചു. ഇല്ല. അഗ്നിജ്വാലകൾ ഇപ്പോഴും മരങ്ങളെ വിഴുങ്ങുകയാണ്. തനിക്ക് ഉടനെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തെത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ശംഭുവിന് തോന്നി. ക്രമേണ ദാഹവും വിശപ്പും ശംഭുവിനെ അലട്ടാൻ തുടങ്ങി. അകലെ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുന്നു. അധികം വൈകാതെ ഇരുട്ട് പരക്കും. ഒറ്റയ്ക്ക് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന കാര്യമോർത്തപ്പോൾ ശംഭു ഞെട്ടി. എത്ര ഉറക്കെ കരഞ്ഞാലും വിളിച്ചുകൂവിയാലും ആരും രക്ഷിക്കാൻ വരുമെന്ന് തോന്നുന്നില്ല. കുറേ നേരത്തേക്ക് താഴെ ഇറങ്ങിപ്പോകുന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ക്രമേണ സൂര്യനെ കാണാതായി. ഇരുട്ട് പരക്കാൻ തുടങ്ങി. അഗ്നിയുടെ പ്രകാശം മാത്രം അവശേഷിച്ചു. അന്ധകാരത്തെ കീറിമുറിച്ച് ദൂരെ ആളിക്കത്തുന്ന തീ കണ്ട് ശംഭുവിന് ഭയം തോന്നി. കത്തുന്ന കരിയിലകളും മറ്റും ആകാശത്തേക്കുയർന്ന് നക്ഷത്രങ്ങളോട് മത്സരിക്കുന്നു. ഭീകരമായ സൗന്ദര്യമുണ്ടെന്ന് ശംഭുവിന് തോന്നി. ഇനി പോകേണ്ട. എങ്ങോട്ട് പോകണമെന്നും അറിയില്ല.
ശംഭു എത്രയോ നേരം അഗ്നിയുടെ ഭംഗി ആസ്വദിച്ച് പാറപ്പുറത്ത് തന്നെ കിടന്നു. നക്ഷത്രങ്ങളുടെ കണ്ണുചിമ്മലുകൾ കണ്ട് ശംഭുവിന് കൗതുകം തോന്നി. ഇടയ്ക്ക് എപ്പോഴോ ഒരു നക്ഷത്രം താഴേക്ക് വീഴുന്നത് കണ്ടു. ഭയന്ന് കണ്ണടച്ച് കമിഴ്ന്നു കിടന്നു. ഭയവും സങ്കടവും വിശപ്പും ദാഹവും എല്ലാം കൂടിയായപ്പോൾ ശംഭു പരവശനായി എപ്പോഴോ ഉറങ്ങി. പ്രഭാതത്തിൽ പക്ഷികളുടെ കോലാഹലം കേട്ടാണ് ഉണർന്നത്. ആദിത്യൻ ഉദിച്ചു വരുന്നതേയുള്ളൂ. ശംഭു ചുറ്റുപാടും നോക്കി. അഗ്നിയുടെ സംഹാരതാണ്ഡവം അവസാനിച്ചിരിക്കുന്നു. പലയിടത്തു നിന്നും പുകപടലങ്ങൾ ഉയർന്നു പൊങ്ങുന്നു. കാർമേഘം പോലെ ആകാശത്ത് വ്യാപിച്ചിരിക്കുന്നു. തനിക്ക് വീട്ടിലേക്ക് മടങ്ങാനാവുമോ? വിശപ്പാണെങ്കിൽ സഹിക്കവയ്യ. പാറക്കെട്ടുകൾ മറുവശത്തു നിന്ന് അഗ്നി വ്യാപിച്ചിട്ടില്ല. അവിടെ മരങ്ങളും ചെടികളും എല്ലാമുണ്ട്. ഏതെങ്കിലും മരത്തിൽ എന്തെങ്കിലും പഴങ്ങൾ ഉണ്ടാകും. പക്ഷേ കാട്ടുമൃഗങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ശംഭു ഭൂമിദേവിയെ നമസ്കരിച്ചു. സവിതാവിനെ വണങ്ങി. സാവധാനം പാറകളിൽ പിടിച്ചു പിടിച്ച് താഴേക്കിറങ്ങി. അഗ്നി ചാമ്പലാക്കിയ വനത്തേക്കാൾ ഇടതൂർന്ന വനമാണ് ഇവിടെയുള്ളതെന്നു തോന്നി. പഴങ്ങൾ കണ്ട ഒരു മരത്തിൽ വലിഞ്ഞു കയറി 3-4 പറിച്ചു പാറപ്പുറത്ത് വന്നിരുന്നു ഭക്ഷിച്ചു. വിശപ്പും ദാഹവും അല്പം അടങ്ങിയപ്പോൾ ആശ്വാസം തോന്നി. പ്രതിസന്ധികളെ നേരിടാമെന്ന വിശ്വാസമായി. അവിടെ നിന്നും ഇറങ്ങി അഗ്നി വിഴുങ്ങിയ വനപ്രദേശത്തേക്ക് നടന്നു. ഇപ്പോഴും ചില മരങ്ങൾ നിന്ന് കത്തുന്നുണ്ട്. പലയിടത്തു നിന്നും പുക ഉയരുന്നു. ചിലയിടങ്ങളിൽ ചവിട്ടിയപ്പോൾ കാൽ പൊള്ളി. കത്തിയമർന്ന മരങ്ങൾ കിടന്നു നീറിപ്പുകയുകയാണ്. മണ്ണിനും ചൂട്. പോകാൻ കഴിയില്ല. എങ്ങോട്ടെന്നില്ലാതെ നടന്നു. നിലത്ത് മാത്രമല്ല ചൂട്, ചുറ്റുപാടു നിന്നും ചൂട് വമിക്കുന്നുണ്ട്. അപകടമാകുമോ എന്ന് ഭയം തോന്നി. മരങ്ങൾ കുറവായിരുന്ന ഭാഗങ്ങളിൽ കൂടി മാത്രമേ നടക്കാനാകുന്നുള്ളൂ. മരങ്ങളുണ്ടായിരുന്നിടത്ത് ഇപ്പോഴും അഗ്നിയുടെ സാന്നിധ്യമുണ്ട്. ചിലയിടത്ത് തീയിലകപ്പെട്ട മൃതശരീരം കത്തിക്കരിഞ്ഞു കിടക്കുന്നു. പലതും പകുതിയോളം മാത്രം കത്തിയവ. പകുതി കത്തിയെടുത്ത് അസ്ഥികൾ കത്താതെ അവശേഷിച്ചിരിക്കുന്നു. ചിലവ കത്തിയെരിഞ്ഞു വീണ മരങ്ങൾക്കടിയിൽപ്പെട്ടു കിടക്കുന്നു. ഭീകരമായ ദൃശ്യങ്ങൾ. ചില മൃഗങ്ങളുടെ ദയനീയമായ വിളികൾ ഭീകരത വർദ്ധിപ്പിച്ചു. ശംഭുവിന് മുന്നോട്ടു പോകാൻ ഭയമുണ്ടായിരുന്നെങ്കിലും മറ്റുപായമൊന്നും ഉണ്ടായിരുന്നില്ല. വെയിലിന് കാഠിന്യമേറ്റപ്പോൾ നടപ്പ് കൂടുതൽ പ്രയാസമുള്ളതായി. എത്രത്തോളം നടക്കേണ്ടി വരുമെന്ന് ഒരു ധാരണയുമില്ല. ഇന്നലെ ഓടുമ്പോൾ ദൂരത്തെക്കുറിച്ച് അല്പവും ശ്രദ്ധിച്ചില്ല. വഴിയെക്കുറിച്ചും ശ്രദ്ധിച്ചില്ല. അങ്ങിങ്ങ് വളരെ ഉയർന്ന ചില മരങ്ങൾ കത്താതെ അവശേഷിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ടു നിന്ന ചില മരക്കൂട്ടങ്ങളും അഗ്നിയിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നു. കാറ്റടിച്ചപ്പോൾ ചാരം പറന്നുയർന്നു വന്ന് മൂടിക്കളയുമെന്ന് തോന്നി. ഏതായാലും പറന്നുവരുന്ന ചാരത്തിന് ചൂടില്ല. തനിക്കെവിടെയോ വഴിതെറ്റിയിരിക്കുന്നു. താൻ ഉദ്ദേശിച്ചിടത്തല്ല വന്നു ചേർന്നിരിക്കുന്നത്. മുന്നിൽ അഗാധതയാണ് കാണുന്നത്. ഇടതൂർന്ന വനപ്രദേശം. ഇനി എങ്ങനെ വീട്ടിലെത്തുമെന്നുമറിയാതെ ശംഭു ഭയത്തോടെ നിന്നു. ശംഭു അവിടെയുള്ള അനന്തമായ ആകാശത്തിലും ദൂരെ ദൂരെ ദൃശ്യമായ മലനിരകളിലും കണ്ണുനട്ട് കുറേ നേരമിരുന്നു. പിന്നീട് തിരിഞ്ഞു നടന്നു. വന്ന ദിക്കിലേക്ക് തന്നെ. കത്തിയും കത്താതെയും നിന്ന മരങ്ങൾ അടയാളമായി ശംഭു പാറക്കെട്ടിനടുത്ത് തന്നെ എത്തി. അപ്പുറത്തിറങ്ങി മരങ്ങളിൽ നിന്നും വീണ്ടും പഴങ്ങൾ പറിച്ചു തിന്നു. അന്ന് രാത്രിയും പാറക്കെട്ടിന് മുകളിൽ തന്നെ അഭയം തേടി. അടുത്ത ദിവസം മിച്ചമുണ്ടായിരുന്ന 2-3 പഴങ്ങൾ തിന്ന് വിശപ്പടക്കി. സൂര്യൻ ഉദിച്ചുയരുന്ന ദിക്ക് ശ്രദ്ധിച്ചു. വീടിന്റെ ദിശ വ്യക്തമാക്കി കണക്കുകൂട്ടി കൂടുതൽ ശ്രദ്ധയോടെ വീടന്വേഷിച്ചു പുറപ്പെട്ടു. തീ പൂർണ്ണമായും അടങ്ങിയിരിക്കുന്നു. മണ്ണിനും ചൂടുകുറവ്. അങ്ങിങ്ങ് കത്തിയമർന്ന മരത്തടികളിൽ നിന്നും പുക ഉയരുന്നുണ്ട്. കാറ്റിൽ ചാരവും പറക്കുന്നു. മധ്യാഹ്നമായപ്പോഴേക്കും ശംഭു ലക്ഷ്യത്തിലെത്തി. അവിടം മുഴുവൻ അഗ്നി വിഴുങ്ങിയിരുന്നു. മരങ്ങളും വള്ളികളുമെല്ലാം കത്തിയമർന്നത് കാരണം വീട് എവിടെയായിരുന്നു എന്നതുപോലും തിരിച്ചറിയാൻ പ്രയാസം. വീടിരുന്ന സ്ഥലത്ത് തറയും ഇപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ചില മുളങ്കമ്പുകളും മാത്രം. വിറകൊള്ളുന്ന മനസ്സോടെ ശംഭു അവശിഷ്ടങ്ങൾക്കിടയിൽ കത്തിക്കരിഞ്ഞ ശരീരഭാഗങ്ങളുണ്ടോ എന്ന് പരതി.